ഹായ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളൊരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്താൻ വന്നതാണ് കേട്ടോ. അതായത് എഴുത്തിനെ സ്നേഹിക്കുന്നവർക്കും വായന ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, പ്രതിലിപി എന്ന് പറഞ്ഞിട്ട്. അത് ഡൗൺലോഡ് ചെയ്ത് എഴുതാൻ ആഗ്രഹമുള്ളവർക്ക് അവിടെ നിങ്ങളുടെ കഥകൾ, കവിതകൾ, നോവലുകൾ, ചെറുകഥകൾ, തുടർക്കഥകൾ ഒക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാം. അതേപോലെ തന്നെ വായന ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി കഥകളും കവിതകളും നോവലുകളൊക്കെ അവിടെ വായിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വായിക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇഷ്ടപ്പെടുന്നവർ, അതായത് എഴുത്തായാലും ശരി വായനയായാലും ശരി ഇഷ്ടപ്പെടുന്നവർ അവിടെ പോയിട്ട് അത് പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്ത് എടുത്ത് അത് വായിക്കണം. പ്രതിലിപി ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന പലർക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള പലർക്കും അറിയാം ഞാനിതിനെപ്പറ്റി പറയുമ്പോൾ. അവരെന്നത്തുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും. മനോഹരമായ നല്ല സുന്ദരമായ നിമിഷങ്ങൾ അവിടെ നമുക്ക് വായിക്കാനും അതേപോലെ തന്നെ നമുക്ക് പകർന്നു കൊടുക്കാനും പറ്റും. ഞാൻ അതിൽ പോയിട്ട് ഏകദേശം ഒരു 5-6 വർഷത്തോളം ആകുന്നുണ്ട്. പക്ഷെ ഞാൻ ആ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് എഴുതിയിട്ടിട്ട് പോകുന്നതാണ്. എനിക്ക് മടുപ്പ് എളുപ്പമെന്ന് തോന്നും. മടുപ്പ് എനിക്ക് എഴുതാനും വായിക്കാനൊക്കെ ചില സമയത്ത് ചിലപ്പോൾ മടുപ്പുണ്ടാകും. പിന്നെ ഞാനത് അവിടെ കളയാം. അത് എന്ത് കാര്യമായാലും ശരി. അപ്പം അന്ന് ഞാൻ കുറച്ച് കഥയും കവിതയൊക്കെ എഴുതിയാണ്. പക്ഷേ ഈ ഇടയ്ക്ക് ഞാൻ അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വീണ്ടും എടുത്തു. ഒന്ന് എഴുതി തുടങ്ങാലോ എന്ന് വിചാരിച്ചെടുത്തപ്പോഴാണ് എനിക്കതിനകത്ത് ചെറിയൊരു വരുമാനം എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഞാൻ ആ എഴുതിയതിൽ എനിക്ക് വരുമാനം കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് കാരണം ഞാൻ വീണ്ടും എഴുതി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എഴുതാൻ പോകുന്ന ആൾക്കാർ, എഴുത്തിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നിങ്ങളുടെ ഭാവനകളെ അതിന് ജീവൻ നൽകി നിങ്ങളത് മറ്റുള്ളവരിൽ എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുകയും ചെയ്യും. അത് തന്നെയല്ല, മറ്റു പല തരത്തിലുള്ള പ്രയോജനങ്ങൾ നമുക്ക് അതിൽ നിന്നുണ്ട് എഴുതുന്നവർക്ക് കേട്ടോ. അപ്പോൾ എഴുതുന്നവർക്ക് ഒരു മാസ വരുമാനമുണ്ട്. അതേപോലെ തന്നെ ഓരോ വർഷത്തിലും അതിൻ്റെ നല്ല വിജയികളെ തിരഞ്ഞെടുത്തിട്ട് ക്യാഷ് പ്രൈസ്, അതായത് ഫസ്റ്റ് ഞാൻ ചെല്ലുന്ന സമയത്ത് 50,000 ആയിരുന്നു ഫസ്റ്റ് പ്രൈസ്. 50,000 നിൽക്കുന്ന സമയത്താണ് ഞാൻ അവിടെ ചെന്നത്. ഇപ്പോൾ ഇത്രയും വർഷം അങ്ങോട്ട് നീങ്ങിയപ്പോഴത്തേന് ഇപ്പോൾ 1,00,000 രൂപയോളം അടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആ തുക അവിടെ എഴുതുന്ന ആരാണ് നല്ലൊരു എഴുത്തുകാരി അല്ലെങ്കിൽ നല്ലൊരു കഥ, ഇപ്പം ഞാൻ നല്ലൊരു കഥ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെട്ട് അതിൽ ഒരുപാട് കാണികൾ ഒരുപാട് വായിക്കുന്നവരത് ഉൾക്കൊണ്ട് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എൻ്റെ കഥയ്ക്കായിരിക്കും അവിടെ. അങ്ങനെയാണ് അവിടെ. പിന്നെ സിനിമാ മേഖലയിലുള്ള ഒരുപാട് കഥകൾ അതിൽ നിന്ന് സിനിമയിൽ സീരിയലൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്നെ ആ ഒരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തിയ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ടോണിയാണ്. ടോണി ഇപ്പോൾ അന്ന് ഞാൻ കാന്താരി അക്കൗണ്ടിനകത്ത് എഴുതുന്ന ഒരു വ്യക്തിയായിരുന്നു. ചെറിയ കഥകളൊക്കെ എഴുതുമായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് പുള്ളിക്കാരൻ എന്നെ അതിലേക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി എനിക്ക് പറഞ്ഞു തന്ന് എന്നെ അതിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ആ പുള്ളിക്കാരനും അതിൽ എഴുതുന്നുണ്ടായിരുന്നു. ഇപ്പോഴും എഴുതുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ കുറേ ആയിട്ട് കോണ്ടാക്റ്റ് ഒന്നുമില്ല. അപ്പോൾ പുള്ളി ഇപ്പം ഒരു ആയുർവേദ നേഴ്സാണ്. നേഴ്സിംഗ് പഠിക്കാൻ പോയ സമയത്ത് എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഞാനിപ്പം ആ ഒരു സിനിമ ഫീൽഡിൽ നിന്ന് ഒരു ആയുർവേദ നേഴ്സിംഗ് പഠിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. പിന്നീട് അതിന് ശേഷം ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ പോയിട്ടില്ല. പുള്ളി വേണ്ടിയിട്ടും ഇല്ലാത്ത കാരണം എനിക്കറിയത്തില്ല. അപ്പം ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പുള്ളിയെ നന്ദി പറയുകയാണ്. ഞാൻ ഓർത്തെടുക്കുകയല്ല, ഓർമ്മയിൽ എപ്പോഴും ഉണ്ട്. നല്ലൊരു ഫ്രണ്ടാണ് എൻ്റെ. അപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അറിയാൻ വയ്യാത്തവർക്ക്, അതായത് ചെറിയ കഥകളും കവിതകളും ഒക്കെ എഴുതുന്ന നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു റിക്വസ്റ്റാണിത്. നിങ്ങൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഭാവനകളെ, നിങ്ങളുടെ വാക്കുകളെ അക്ഷരങ്ങൾ കൊണ്ട് കോർത്ത് ഒരു മാലയാക്കി അതിന് ജീവൻ പകർന്ന് മറ്റുള്ളവരിലേക്ക് നല്ല സന്തോഷങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ കഴിയട്ടെ. അപ്പോൾ എൻ്റെ ഈ വാക്ക് കേൾക്കുന്ന ആൾക്കാർക്ക്, എഴുതാൻ ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്കൊരു വരുമാനവും കൂടിയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു എഴുത്തുകാരിയെ നിങ്ങൾക്ക് രംഗത്ത് കൊണ്ടുവരാനും പറ്റും. അപ്പം എനിക്കതിൽ നിന്ന് ചെറിയൊരു തുക വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കിട്ടട്ടെ എന്നുള്ളൊരാഗ്രഹത്തോടും കൂടിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ എഴുത്തിനെ സ്നേഹിക്കുന്നവർക്കും വായന ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയിട്ട് ഞാനിത് സമർപ്പിക്കുന്നു. ഇത് വേറെ ആരും പറഞ്ഞിട്ട് ചെയ്യുമല്ല കേട്ടോ. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നെ കുറേ പേര് എഴുതുന്നവരെ എനിക്ക് ഫ്രണ്ട്സുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും
നല്ലൊരു ദിവസം. ഓക്കേ.